പാലക്കാട്ട് 1 കിലോയിലധികം വരുന്ന MDMA പിടികൂടിയ സംഭവത്തിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളായ സുനിലും സരിതയും നിരവധി തവണ ലഹരി കടത്തിയെന്നാണ് വിവരം. ഇവരുടെ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? അനുജ, ഇക്കാര്യത്തിൽ പോലീസ് കൃത്യമായ വിവരങ്ങളാണ് പുറത്തേക്ക് നൽകുന്നത്. അവർ ചില കാര്യങ്ങൾ താൽക്കാലികമായി മറച്ചു വെക്കുന്നുമുണ്ട്. കാരണം ഇതൊരു വൻ റാക്കറ്റാണ് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ട് മാസങ്ങളായി. ഇവർ ഏതാണ്ട് ഒരു 5ഓളം തവണ ഇത്തരത്തിൽ കടത്തിയിരുന്നു എന്ന ഒരു വിവരം, ഈ ലഹരി മരുന്ന് കടത്തിയിരുന്നു എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ബാംഗ്ലൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്, അതായത് വോൾവോ ബസ്സിലാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാവിലെ 9:30 മണിയോടുകൂടിയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് എത്തിച്ചത്. ഇത്തരത്തിൽ ലഹരി മരുന്ന് MDMA എന്നൊരു വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് കോങ്ങാട്ടെ വാടക വീട്ടിൽ ഈ സുനിൽ ഒരു കാറ്ററിംഗ് സ്ഥാപനം നടത്താൻ വേണ്ടി എടുത്ത വീടാണത്. അതിൻ്റെ മറവിലാണ് ഇങ്ങനെ അവിടെ മൊത്തത്തിൽ കൊണ്ടുവന്ന് ബൾക്കായി മറ്റുള്ള ജില്ലകളിലേക്കടക്കം കൊടുക്കുന്ന ഒരു രീതിയുള്ളത്. ഇത് പോലീസ് അറിഞ്ഞ് വൈകുന്നേരമാണ് ഡാൻസ് ഓഫ് സംഘം ആ ഒരു പരിശോധന നടത്തുന്നത്. അങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്. സരിതയും സുനിലും 5ഓളം തവണ കടത്തിയിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. സരിതയും സുനിലും ഒരുമിച്ച് പഠിച്ചവരാണ്, സഹപാഠികളാണ്. ഒരാൾ മങ്കര സ്വദേശിയും ഒരാൾ പത്തിരിപ്പാല സ്വദേശിയുമാണ്. അവിടുത്തെ ഒരു സ്കൂളിലാണ് ഇരുവരും ഒരുമിച്ച് പഠിച്ചത്. എന്തായാലും പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുന്നുണ്ട്. ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. പാലക്കാട്ട് MDMA പിടികൂടിയ സംഭവത്തിലാണ് പ്രതികളായ സുനിൽ, സരിത എന്നിവർ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. നിരവധി തവണ ഇവർ മുൻപും ലഹരി കടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്.